ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഇഞ്ചി കൃഷിയെപ്പറ്റിയാണ് ഒരു 2-3 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ മഴ തുടങ്ങുന്ന ഈ സമയം, ഈ ഇടവ മാസം, ഇപ്പോഴാണ് ഇഞ്ചി നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇപ്പോൾ ഈ ഇഞ്ചി നമ്മൾ വലിയൊരു അധ്വാനമില്ലാതെ നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ചെറിയൊരു ശ്രമം നടത്തിയാൽ മതി. തന്നെയല്ല, ഇത് ഒരുപാട് കേടുവരുന്നതോ അല്ലെങ്കിൽ നട്ട് കേടായിട്ട് പോകുന്നതല്ല. അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊരു ചെറുതായിട്ടൊന്ന് പരിപാലിച്ചാൽ വളരെ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി കൃഷി. അപ്പോൾ ഇത് നമ്മൾ നടാനായിട്ട് ഈ വിത്തിനുള്ള ഇഞ്ചി വേണം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്കതിനെ വിത്ത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ഞാൻ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഇവിടെ ഉണ്ടാക്കിയ ഇഞ്ചി നമ്മൾ വിത്തിന് വെച്ച് ആ വിത്ത് മുളപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അതായത് ഇത് ഇഞ്ചിയുടെ ഒരു പാവം എടുത്ത് നമ്മൾ ഈ വിത്തിന് വേണ്ടി നമ്മളത് ചാണകപ്പൊടി ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് അടുക്കുക. ചാണകപ്പൊടി ഇട്ടിട്ട് അല്പം ചാണകപ്പൊടി അതിൻ്റെ മുകളിലോട്ടും ഇട്ടിട്ട് നമ്മൾ ഈ ഉണങ്ങിയ കരിയിലയോ ഇതുവെല്ലാം ഇട്ട് മൂടിയിട്ടേക്കുക. മഴ നനയാതെ നമ്മൾ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ മൂടിയിടുക. ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 2-3 ആഴ്ച കഴിയുന്നതോടുകൂടി ഇതിന് നമ്മൾ മുളയെടുക്കും. ഇതുകൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നല്ല മുളയായി. അപ്പോൾ ഇനി നമ്മളിത് നടുന്നത് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കും. അതായത് നമ്മൾ ഈ ഒരു കഷ്ണത്തിൽ ഒരു മുളയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ മുളകൾ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി നടാൻ ഒരു ചെറിയ കഷ്ണത്തിൽ മുള ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ഞാനിത് മുളയുള്ളത് ഞാനിത് മുറിച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. ഇതിൽ നോക്കിയാൽ ഇതിൽ നമ്മൾ മുളകളുണ്ട്. ഇതിൽ നോക്കിയാൽ ചെറിയ മുള, ഇത് ധാരാളം മതി. ഇങ്ങനെയാണെങ്കിലും ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ നടുക. അത്രയേ ഉള്ളൂ. ഇത് നടുന്ന ഒരു രീതി ഞാൻ നിങ്ങളെ കാണുക. ദയവായി നിങ്ങളതൊന്ന് കാണുക. ഇഞ്ചി നടുന്നതിന് വേണ്ടി നമ്മൾ ആ സ്ഥലം പുല്ലൊക്കെ ചെത്തി ഒന്ന് ഒരുക്കി ഇതുപോലെ തടവെടുക്കുക. 4 സൈഡിൽ നിന്നും മണ്ണ് കൂന കൂട്ടി നല്ല പോലെ തടവെടുക്കുക. തടവെടുത്തതിന് ശേഷം നമ്മൾ വിത്ത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഓരോ കഷ്ണത്തിൽ ഓരോ മുളയെങ്കിലും ഉണ്ടായിരിക്കണം. അതിന് ശേഷം നമ്മൾ ഈ എടുത്ത തടത്തിൽ ചെറിയ ചെറിയ കുഴികൾ എടുക്കുക. ആ കുഴികൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓരോ ഇപ്പം വിത്തിഞ്ചി മുറിച്ച ചെറിയ കഷ്ണങ്ങൾ അതിലേക്ക് നടുക. അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഈ ഓരോ കുഴിയുടെയും മുകളിൽ നിറയത്തക്ക പോലെ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതായത് നിറച്ച് കുഴി കംപ്ലീറ്റ് മൂടത്തക്ക പോലെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് അതിന് മുകളിലത്തെ മണ്ണ് ഇങ്ങനെ തൂത്ത് ആ കുഴികൾ കംപ്ലീറ്റ് മൂടുക. സാവധാനം ചെറുതായിട്ടൊന്ന് തൂക്കുക. അങ്ങനെ കുഴി മൂടിയതിന് ശേഷം നമ്മൾ ഓലയിട്ട് കംപ്ലീറ്റ് ഈ തടം മുഴുവൻ അല്ലെങ്കിൽ ഈ കണ്ടം മുഴുവൻ നമ്മൾ മൂടുക. അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം കുത്തി ഒലിച്ച് അതിൽ വീണ് അത് നശിച്ചു പോകാതിരിക്കേണ്ടിയിട്ടാണ് നമ്മളൊരു മറയായിട്ടും നമ്മുടെ നാടൻ ഭാഷയിൽ കവി ഇടുക എന്ന് പറയും. അങ്ങനെ ഇട്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇഞ്ചി കൃഷി. എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു.